Hello dear children, welcome to Kids Area Online. Kids Area Online-ൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസിൽ ട്യൂഷൻ നൽകുന്നുണ്ട്. അതുപോലെ LKG, UKG ക്ലാസ്സസ് നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ്. ഒത്തിരി കുട്ടികൾ എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്കായിട്ടുള്ള ബേസിക് ക്ലാസ് ആണ് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ ആവശ്യമുള്ളത് അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതോടൊപ്പം തന്നെ റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഫീ നൽകിയാണ് പഠിക്കുവാനുള്ളത്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഓക്കെ ചിൽഡ്രൻ, എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? എക്സാം നല്ലതുപോലെ എഴുതിയോ? യെസ്, ടീച്ചർ ഇന്നലെ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് അതിന്റെ മോഡലിലൊക്കെ ഉണ്ടായിരുന്നു. പഠിച്ചായിരുന്നല്ലോ എല്ലാവരും? പഠിച്ചിട്ട് തന്നെയാണോ പോയേ? എക്സാം നല്ലതുപോലെ എഴുതിയല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഇന്റഗ്രേഷൻ ഡേ 2 സ്റ്റാൻഡേർഡ് 1 ഇന്റഗ്രേഷൻ ഡേ 2 എക്സാം. ഒന്നാമത്തേത് എന്തായിരുന്നു? പലഹാരമേള. കണ്ടോ, നമ്മുടെ ആമി ഉണ്ടല്ലോ, കഴിഞ്ഞ എക്സാമിൽ നമ്മൾ നോക്കിയല്ലോ ആമി. ആമിയുടെ സ്കൂളിൽ എന്താണെന്ന് അറിയാവോ? പലഹാരമേള നടക്കുക. അവിടെ ഒത്തിരി പലഹാരങ്ങൾ കൊണ്ടുവന്നു. ഏതൊക്കെയാ പലഹാരങ്ങൾ? വായിച്ചു നോക്കിയേ. ദോശയുണ്ട്, പുട്ട്, കുഴലപ്പം, പഴംപൊരി, ചപ്പാത്തി, പത്തിരി, നൂലപ്പം, ഓട്ടട, അച്ചപ്പം, കൊഴുക്കട്ട, ഉണ്ണിയപ്പം, ഇലയട. അപ്പൊ ഈ പലഹാരങ്ങളെ തരംതിരിക്കണം. എങ്ങനെയാണെന്നറിയാവോ? ആവിയിൽ വേവിക്കുന്നവയും ചുട്ടെടുക്കുന്നവയും വറുത്തെടുക്കുന്നവയും തരംതിരിച്ചു വെക്കണേ. ടീച്ചർ പറഞ്ഞു. എന്താ പറഞ്ഞേ ടീച്ചർ? ആവിയിൽ വേവിക്കുന്നവയും ചുട്ടെടുക്കുന്നവയും വറുത്തെടുക്കുന്നവയും തരംതിരിച്ചു വെക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ചുട്ടെടുക്കുന്നവ ആദ്യം എന്താ എഴുതുക? ആദ്യം എന്താ തരംതിരിക്കുക? ആവിയിൽ വേവിക്കുന്നവ. അതെ, ഇവിടെ എന്താ എഴുതാനുള്ളത്? ആവിയിൽ വേവിക്കുന്നവ. ആവിയിൽ വേവിക്കുന്നവ. ആവിയിൽ വേവിക്കുന്നവ. ചുട്ടെടുക്കുന്നവ. ആവിയിൽ വേവിക്കുന്നവ, ചുട്ടെടുക്കുന്നവ. അടുത്തെന്താ? വറുത്തെടുക്കുന്നവ. അതാണ് ഇവിടെ എഴുതാനുള്ളത്. വറുത്തെടുക്കുന്നവ. ഓക്കെ, വറുത്തെടുക്കുന്നവ. അപ്പൊ ഇതെല്ലാരും കറക്റ്റ് ആയിട്ട് എഴുതിയോ? ഇവിടെ ആവിയിൽ വേവിക്കുന്നവയാണ് എഴുതാനുള്ളത്, ഇവിടെ വറുത്തെടുക്കുന്നവയാണ് എഴുതാനുള്ളത്. എഴുതിയായിരുന്നോ? എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആവിയിൽ വേവിക്കുന്ന പലഹാരങ്ങൾ ഇതിൽ ഏതൊക്കെ ഉണ്ടായിരുന്നു? ഏതൊക്കെ എഴുതി നിങ്ങൾ? നോക്കിയാലോ, ഏതൊക്കെ എഴുതിയേ? ആവിയിൽ വേവിക്കുന്ന എന്തൊക്കെയാ? പുട്ട് എന്താണ്? ആവിയിൽ വേവിക്കുന്ന പലഹാരമാണ് കേട്ടോ. പുട്ട് ആവിയിൽ വേവിക്കുന്നതാണ്. വേറെ എന്താ ഉണ്ടായിരുന്നേ? ആവിയിൽ വേവിക്കുന്ന നൂലപ്പം ആവിയിൽ വേവിക്കുന്നതാണ്. കൊഴുക്കട്ട ആവിയിൽ വേവിക്കുന്നതാണ്. ഇലയട ആവിയിൽ വേവിക്കുന്നതാണ്. പുട്ട്, നൂലപ്പം, കൊഴുക്കട്ട, ഇലയട. ഇതെന്ത് ചെയ്യണമായിരുന്നു? ഇവിടെ നമ്മൾ താഴെ എഴുതണമായിരുന്നു. പുട്ട് ഇവിടെയാണ് എഴുതാനുള്ളത്. ആവിയിൽ വേവിക്കുന്നവ ഇവിടെയല്ലേ എഴുതുന്നത്? ആവിയിൽ വേവിക്കുന്നവ. അപ്പോൾ ആവിയിൽ വേവിക്കുന്ന സാധനങ്ങൾ ഇവിടെ താഴെ എഴുതണമായിരുന്നു. എഴുതിയായിരുന്നോ? ഏതൊക്കെയായിരുന്നു? പുട്ടുണ്ട്, നൂലപ്പം ഉണ്ടായിരുന്നു, നൂലപ്പം, കൊഴുക്കട്ട ഉണ്ടായിരുന്നു, കൊഴുക്കട്ട. വേറെ എന്തുണ്ടായിരുന്നു? ഇലയട ഉണ്ടായിരുന്നു, ഇലയട. ഓക്കെ, കറക്റ്റ് ആയിട്ട് എഴുതിയോ? ഇനി അടുത്ത് ചുട്ടെടുക്കുന്നവയാണ് അടുത്ത് എഴുതാൻ പോകുന്നത്. ചുട്ടെടുക്കുന്നവ എന്തൊക്കെ ഉണ്ടായിരുന്നു? എല്ലാരും ഒന്ന് പറഞ്ഞേ. ചുട്ടെടുക്കുന്നവ എന്തൊക്കെയായിരുന്നു? ദോശ ചുട്ടെടുക്കുന്നവ, ചപ്പാത്തി ചുട്ടെടുക്കുന്നതാണ്, പത്തിരി ചുട്ടെടുക്കുന്നവയിലുള്ളതാണ്, ഓട്ടട ചുട്ടെടുക്കുന്നതിലുള്ളതാണ്. എന്തൊക്കെയാ? ദോശ, ചപ്പാത്തി, പത്തിരി, ഓട്ടട. ദോശ, ചപ്പാത്തി, പത്തിരി, ഓട്ടട. അതെന്ത് ചെയ്യണമായിരുന്നു? ദാ ഇവിടെ എഴുതണമായിരുന്നു. ചുട്ടെടുക്കുന്നവയില് എഴുതണമായിരുന്നു. എന്തൊക്കെയാ എഴുതേണ്ടേ? ദോശ ചുട്ടെടുക്കുന്നതിലുള്ളതാണ് ദോശ. വേറെ എന്താ ഉള്ളത്? ചപ്പാത്തി ചുട്ടെടുക്കുന്നതിലുള്ളതായിരുന്നു. വേറെ എന്താ ഉള്ളത്? പത്തിരി ചുട്ടെടുക്കുന്നതായിരുന്നു. ഒന്നുകൂടി, ഓട്ടട ചുട്ടെടുക്കുന്നതായിരുന്നു. ഇത് തന്നെയാണോ നിങ്ങൾ എഴുതിയേ? ഇത് 4 തന്നെയാണോ? ഈ 4 തന്നെയാണോ എഴുതിയേ? യെസ്. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. അടുത്ത ചോദ്യം വന്നത് വറുത്തെടുക്കുന്നവ.
വറുത്തെടുക്കുന്നവ ഇതിൽ ഏതൊക്കെയാ വറുത്തെടുക്കുന്നവ? ഇതിൽ വറുത്തെടുക്കുന്നവ എന്തൊക്കെയായിരുന്നു? കുഴലപ്പം, പഴംപൊരി, അച്ചപ്പം, ഉണ്ണിയപ്പം. കുഴലപ്പം, പഴംപൊരി, അച്ചപ്പം, ഉണ്ണിയപ്പം. അപ്പൊ എന്തൊക്കെയായിരുന്നു? കുഴലപ്പം, അച്ചപ്പം, ഉണ്ണിയപ്പം, പഴംപൊരി. അതെവിടെ എഴുതണമായിരുന്നു? ദാ ഇവിടെ എഴുതണമായിരുന്നു. അപ്പൊ എന്തൊക്കെയാണുള്ളത്? കുഴലപ്പം, കുഴലപ്പം, അച്ചപ്പം, ഉണ്ണിയപ്പം, അവസാനം എന്താ? പഴംപൊരി. ഇത്രയുമായിരുന്നു എന്തിൽ വരിക? വറുത്തെടുക്കുന്നവയിൽ വന്നിട്ടുണ്ടായിരുന്നത്. വറുത്തെടുക്കുന്നത്. ഓക്കെ, ഇത് തന്നെയാണോ എഴുതിയേ? കറക്റ്റായിട്ട് എഴുതിയായിരുന്നോ? വറുത്തെടുക്കുന്നവയിൽ കുഴലപ്പം, അച്ചപ്പം, ഉണ്ണിയപ്പം, പഴംപൊരി. കറക്റ്റ് ആണോ എഴുതിയേ? യെസ്, ഓക്കെ, വെരി ഗുഡ്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ഇതിൽ തന്നെ ഉണ്ട്, വേവിക്കാതെ കഴിക്കാവുന്ന 2 ആഹാര സാധനങ്ങളുടെ പേര് എഴുതുക. വേവിക്കാതെ കഴിക്കാവുന്ന എന്തൊക്കെയുണ്ട് പറഞ്ഞു തന്നല്ലോ. എന്തൊക്കെയാ? മോര്, തൈര്. ചിലർ മോരും തൈര് വരെ എഴുതിയിട്ടുണ്ടാവും. ചിലർ സാലഡ് എഴുതിയിട്ടുണ്ടാവും. ചിലർ സർബത്ത് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ വേവിക്കാതെ കഴിക്കാവുന്ന 2 ആഹാര സാധനങ്ങൾ. വേറെ നിന്നൊക്കെ എഴുതാട്ടോ. ഫ്രൂട്ട്സിൽ നെല്ലിക്ക എഴുതാം. അതൊക്കെ വേവിക്കാതെ കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് എഴുതിയിട്ടുണ്ടെങ്കിൽ തെറ്റൊന്നുമല്ല. ഓക്കെ, പോയി ഒന്നാമത്തെ ആക്ടിവിറ്റി എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയല്ലോ. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് അറിയാവോ? സംഭാഷണം. ഇവർ പറയുന്നത് എന്താണെന്ന് എഴുതുക എന്നാണ് പറയുന്നത്. ആമി സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി. ആമി സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ അമ്മ വിശേഷം ചോദിക്കുവാണേ. എന്താണ് വിശേഷം സ്കൂളിൽ? അപ്പം നമ്മുടെ ഈ ആമി അമ്മയോട് പറയാണ്, അമ്മേ ഇന്ന് സ്കൂളിൽ പലഹാരമേളയായിരുന്നു. ജാനി ഇന്ന് പഴംപൊരി കൊണ്ടുവന്നു അമ്മേ. ജാനി കൊണ്ടുവന്ന പഴംപൊരിയിൽ നിന്നും 2 പഴംപൊരി ഞാൻ കഴിച്ചു എന്ന് ആമി അമ്മയോട് വിശേഷം പറയുവാണ്. ഇനിയുണ്ട് കേട്ടോ. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സംഭാഷണം എഴുതണം. മോളെ, എല്ലാവരും പലഹാരങ്ങൾ കൊണ്ടുവന്നോ? അപ്പൊ എന്തായിരിക്കും ആമി പറയാ? കൊണ്ടുവന്നു അമ്മേ. എന്താ പറയാ? എല്ലാരും പലഹാരങ്ങൾ കൊണ്ടുവന്നോ? കൊണ്ടുവന്നു അമ്മേ. കൊണ്ടുവന്നു അമ്മേ. നിന്റെ കൂട്ടുകാരി ജിയാനി എന്താ കൊണ്ടുവന്നേ? നിന്റെ കൂട്ടുകാരി ജാനി എന്താ കൊണ്ടുവന്നേ? എന്താ കൊണ്ടുവന്നത്? നിന്റെ കൂട്ടുകാരി ജാനി എന്താ കൊണ്ടുവന്നത്? അടുത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ? എന്തായിരിക്കും മറുപടി പറയുക? എന്തായിരിക്കും മറുപടി പറയുക? പഴംപൊരി കൊണ്ടുവന്നു. പഴംപൊരി കൊണ്ടുവന്നു ജാനി. പഴംപൊരി കൊണ്ടുവന്നു. ജാനി എന്ത് കൊണ്ടുവന്നു? ജാനി പഴംപൊരി കൊണ്ടുവന്നു. ജാനി പഴംപൊരി കൊണ്ടുവന്നു. ഓക്കെ, അടുത്ത അമ്മ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ആമി എന്താ കഴിച്ചേ? ആമി ഏത് പലഹാരമാ കഴിച്ചേ? ആമി ഏത് പലഹാരമാണ് കഴിച്ചത്? എന്ത് പലഹാരമാണ് കഴിച്ചത്? എന്ത് പലഹാരമാണ് കഴിച്ചത്? ആമി ഏത് പലഹാരമാണ് കഴിച്ചത്? ഏത് പലഹാരമാണ് കഴിച്ചത്? ഓരോ കുട്ടികൾ അവരുടെ ആശയത്തിനനുസരിച്ച് എഴുതിയിട്ടുണ്ടാവും. എല്ലാം ശരി തന്നെയാണ് കേട്ടോ. അപ്പൊ ജാനി എന്ത് പറഞ്ഞു? ഞാൻ ജാനി കൊണ്ടുവന്ന പഴംപൊരി കഴിച്ചു. ഞാൻ ജാനി കൊണ്ടുവന്ന പഴംപൊരിയാണ് കഴിച്ചത് അമ്മേ. പഴംപൊരിയാണ് കഴിച്ചത് അമ്മേ. ഓക്കെ, ഇതുപോലെ നമ്മൾ കണ്ടിന്യൂഷൻ വേണം. സംഭാഷണം എഴുതുമ്പോൾ അത് തുടർച്ച വേണം. തുടർച്ചയായിട്ട് എഴുതണം. ഓരോ വാക്കുകളുടെ ഇടയ്ക്ക് സ്പേസ് വേണം. അതൊക്കെയാണ് നോക്കാനുള്ളത്. അപ്പൊ എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയല്ലോ. രണ്ടാമത്തെ ആക്ടിവിറ്റി ചെയ്തല്ലോ. അടുത്തത് എന്താണെന്ന് അറിയാവോ?
Who is the winner? Write the sum by adding each set. ഇവിടെ ഗ്രീൻ കളർ മുത്തുകളുണ്ട്, റെഡ് കളർ ഉണ്ട്, യെല്ലോ കളർ ഉണ്ട്, വൈറ്റ് കളർ മുത്തുകളുണ്ട്. അപ്പോൾ ആമി ഗ്രീൻ കളറിൽ 10, റെഡ് കളറിൽ 10, യെല്ലോ കളറിൽ 10, വൈറ്റ് കളറിൽ 3. ജാനിയോ ഗ്രീൻ കളറിൽ 10 ബീഡ്സ് കോർത്തു, റെഡ് കളറിലുള്ള 10 ബീഡ്സ് കോർത്തു, യെല്ലോ കളറിലുള്ള 9 ബീഡ്സ് കോർത്തു. മനുവോ ഗ്രീൻ കളറിലുള്ള 10 ബീഡ്സ് കോർത്തു, റെഡ് കളറിലുള്ള 10 ബീഡ്സ് കോർത്തു, യെല്ലോ കളറിലുള്ള 10 ബീഡ്സ് കോർത്തു. എന്നാൽ ഓരോരുത്തരും എത്ര മുത്താണ് കോർത്തത്? അപ്പൊ എത്ര 10 ഉണ്ട്? 310. 310 എന്ന് പറയുമ്പോൾ 30. 30 and 3 എന്താ ഉത്തരം? 33. ജാനി എത്രയാ കോർത്തേ? 10 10 20. 2 10 20. 20 and 9 29. മനുവോ 3 10s. 3 10s എത്രയാ? 30. അപ്പോൾ ഇവിടെ ഓരോരുത്തർ എത്രയാണ് കോർത്തത്? ആമി എത്രയായിരുന്നു? ആമി 33, ജാനി 29, മനു 30. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മുത്ത് കോർത്തത് ആരാ? ഇതിൽ ഏറ്റവും കൂടുതൽ മുത്ത് കോർത്തത് ആരാണ്? യെസ്, ആമിയാണ് ഏറ്റവും കൂടുതൽ മുത്ത് കോർത്തത്, 33. ഏറ്റവും കുറവ് മുത്ത് കോർത്തത് ആരാ? ജാനി. എത്രയാ? 29. അപ്പൊ ഏറ്റവും കൂടുതൽ മുത്ത് കോർത്തത് ആരാണ്? ആമി. ഏറ്റവും കുറവ് ആരായിരുന്നു? ജാനി ആയിരുന്നു കേട്ടോ. അപ്പൊ താഴെ ചോദ്യം ഉണ്ട്, നോക്കാം. ഹൂ ഇസ് ദ വിന്നർ? ഹൂ ഇസ് ദ വിന്നർ? ആരായിരുന്നു വിജയി? ആമി ആയിരുന്നു വിജയി. ആമി. ആമിയാണ് എന്താ? വിജയി അല്ലേ? ആമി ആയിരുന്നു വിജയി. ഓക്കെ. Who threaded the smallest number of beads? ഏറ്റവും കുറച്ച് ബീഡ്സ് ആരായിരുന്നു? ജാനി. ഏറ്റവും കുറച്ച് ആരായിരുന്നു? ജാനി ആയിരുന്നു കേട്ടോ. ഏറ്റവും കുറച്ച് ബീഡ്സ് ആരാണ് ചെയ്തത്? കോർത്തത് ആരാ? ജാനിയാണ്. ഓക്കെ. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും ചെയ്തില്ലേ? ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്തോ? മുത്തു കോർത്തത് എല്ലാവരും ചെയ്തോ? യെസ്. ഓക്കെ. അപ്പൊ ഇതായിരുന്നു ഈ ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, ലെറ്റ്സ് വെയർ ബാംഗിൾസ്. വളകൾ ധരിക്കുകയാണ് കേട്ടോ. ഇൻ വിച്ച് വേസ് ക്യാൻ വി വെയർ 11 ബാംഗിൾസ് ഓൺ 2 ഹാൻഡ്സ്? ഇന്നലെ ടീച്ചർ കണക്ക് പഠിപ്പിച്ചായിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? യെസ്. ഓക്കെ. ഇൻ വിച്ച് വേസ് ക്യാൻ വി വെയർ 11 ബാംഗിൾസ് ഓൺ 2 ഹാൻഡ്? 11 ബാംഗിൾസ് ആണുള്ളത്. ഇവിടെ ഒരു ഡോൾ ഉണ്ട്, ആമിയുടെ ഒരു ഡോൾ ഉണ്ട്. ആമിയുടെ ഡോളിന് ഈ 11 വളകൾ, 11 ബാംഗിൾസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡിൽ ലെഫ്റ്റ് ഹാൻഡിൽ ഇടുകയാണ്. ആമി എന്ത് ചെയ്തെന്ന് അറിയാവോ? റൈറ്റ് ഹാൻഡിൽ 6, ലെഫ്റ്റ് ഹാൻഡിൽ 5. അപ്പോൾ എന്തായി? 11 ആയി. അങ്ങനെ 11 എന്ത് ചെയ്യണം? ദാ ഈ ഓരോ കുട്ടികളും 11 ഓരോ ഇതിനകത്ത് ഓരോ എങ്ങനെ കൈകളിൽ ഇടാം? ലെഫ്റ്റ് ഹാൻഡിൽ എത്ര, റൈറ്റ് ഹാൻഡിൽ എത്ര? ഓരോ കുട്ടികളും ഓരോന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ടോട്ടൽ ഉള്ളത് എത്രയാണ്? 11 ആണ്. 11 6ഉം 5ഉം ആയി ആമി ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത് ജാനി റൈറ്റ് ഹാൻഡിൽ 8 ഇട്ടു. എന്നാൽ ലെഫ്റ്റ് ഹാൻഡിൽ എത്ര ഇടും? 8 കഴിഞ്ഞാൽ 9, 10, 11. 3 ഇട്ടാൽ മതി. മനു ആണെങ്കിൽ റൈറ്റ് ഹാൻഡിൽ 5 ഇട്ടു. എന്നാൽ റൈറ്റ് ഹാൻഡിൽ എത്ര ഇടാം? 6, 7, 8, 9, 10, 11. 6 ഇടാം. ഓക്കെ. റാണി റൈറ്റ് ഹാൻഡിൽ 10 ഇട്ടു. ലെഫ്റ്റ് ഹാൻഡിൽ എത്ര ഇടാം? 1 ഇടാം. ഓക്കെ. റയാൻ ലെഫ്റ്റ് ഹാൻഡിൽ 4 ഇട്ടു. എന്നാൽ റൈറ്റ് ഹാൻഡിൽ 4 ഇട്ടാൽ ലെഫ്റ്റ് ഹാൻഡിൽ എത്ര ഇടാം? 4 കഴിഞ്ഞാൽ 5, 6, 7, 8, 9, 10, 11. 7 ഇടാം. ഓക്കെ. ജാൻസി റൈറ്റ് ഹാൻഡിൽ 9 ഇട്ടു. എന്നാൽ ലെഫ്റ്റ് ഹാൻഡിൽ എത്ര ഇടാം? 9 കഴിഞ്ഞാൽ 10, 11. 2 ഇടാം. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലും 9ഉം 2ഉം കൂടെ കൂട്ടിയാൽ 11. 4 + 7 11. 10 + 1 11. 5 + 6 11. 8 + 3 11. ഓക്കെ. അപ്പോൾ 11 എന്നതിനെ പല രീതിയിൽ എഴുതുക എന്നതായിരുന്നു ഈ ചോദ്യം. അപ്പോൾ 11 ബാംഗിൾസ്, 11 വളകളുണ്ട്. ഈ 11 വളകളെ എങ്ങനെയെല്ലാം നമുക്ക് കയ്യിൽ ഇടാം, അതായിരുന്നു ക്വസ്റ്റ്യൻ. എല്ലാവരും കറക്റ്റായിട്ട് ചെയ്തില്ലേ? ഈ ക്വസ്റ്റ്യൻ എല്ലാവരും കറക്റ്റ് ആക്കിയോ? യെസ്. ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും നാളത്തെ ക്ലാസ്സുമായിട്ട്, നാളത്തെ എക്സാമിന് ക്ലാസ് ഉണ്ട് കേട്ടോ. കിഡ്സ് ഏരിയ ഓൺലൈൻ ക്ലാസ് നൽകുന്നുണ്ട്. കൃത്യമായിട്ട് എല്ലാവരും കണ്ടിട്ട് പോകണം കേട്ടോ. അപ്പോൾ നാളത്തെ എക്സാമിന്റെ ക്ലാസ്സസും അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.